ചിരി സത്യത്തിലൊരു തറവാടി സാധനം തന്നെയാണ് അല്ലേ? കാരണം ചിരി പലപ്പോഴും നമ്മൾ ചിരിയെക്കുറിച്ചൊന്നും അത്ര ചിന്തിക്കാറില്ല. ചിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടി അങ്ങനെ ചിരിക്കാറില്ല എന്നുള്ളത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിരിപ്പിക്കാൻ വലിയ പാടാണെന്നുള്ളത് കൊമേഡിയൻസ് പറയുന്നത്. പ്രത്യേകിച്ച് മലയാളികളുടെ ആ ഒരു രീതി ഇത്തിരി മസിൽ പിടിച്ചിരിക്കുന്ന ഒരു ശൈലിയാണ്. അത്ര പെട്ടെന്നൊന്നും ചിരിക്കില്ല എന്നുള്ളത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിയുടെ കുറവ് കൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധന്മാർ പറയുന്നത്. നമ്മൾ ചെറുപ്രായത്തിലൊക്കെ പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഒരു ദിവസത്തിൽ 300-400 തവണ നമുക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നും ഇത്രയും പ്രാവശ്യമൊക്കെ അവർ ചിരിക്കുന്നുണ്ടോ എന്നുള്ളത്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 300-400 തവണ ഒരു ദിവസം അവർ ചിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം അത്രമാത്രം അവർക്ക് അത് ആരോഗ്യം ഉണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ്. എന്നാൽ വളരും തോറും ചിരിയുടെ അളവ് കുറയുന്നു. പ്രത്യേകിച്ച് ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, പൈസ കൊടുത്താൽ പോലും ചിരിക്കാത്തൊരവസ്ഥ. കാരണം അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ നാണക്കേടായെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കൊച്ചായെങ്കിലോ എന്നൊക്കെയുള്ള ധാരണയാണ്. വളരെ എളുപ്പമല്ല ചിരിക്കാൻ. അത് പ്രായമാകും തോറും വളരെ വളരെ കുറഞ്ഞു പോയി എന്നുള്ളത് ചിരി എന്ന് പറയും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അസുഖങ്ങളൊക്കെ തന്നെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ചിരി വളരെ നല്ല ഒരു ഔഷധമാണ്, മെഡിസിനാണെന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്കിന് ഏറ്റവും നല്ല ഒരു പ്രതിവിധിയാണ് ചിരി എന്ന് പറയുന്നത്. ഇന്ന് കണ്ടുവരുന്ന ധാരാളം പേർക്ക് പ്രത്യേകിച്ച് മധ്യവയസ്കരിൽ കണ്ടുവരുന്ന സ്ട്രോക്ക് എന്ന് പറയുന്നത്, സ്ട്രോക്കിന് നല്ലൊരു പ്രതിവിധിയാണ് ചിരി. അതോടൊപ്പം തന്നെ ടെൻഷൻ, സ്ട്രെസ്സ് കുറയ്ക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ചിരിക്കുമ്പോഴുണ്ടാകുന്ന ഹോർമോൺ എൻഡോർഫിൻ എന്ന ഹോർമോണിൽ നിന്ന് നമുക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ സാധിക്കും. നിരവധി പേര് BP-ക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. BP-ക്ക് നല്ലൊരു ഉത്തമ ഔഷധമാണ് ചിരി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നിരവധിയാണ് ചിരിയുടെ ഗുണങ്ങളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചിരി നമ്മൾ എങ്ങനെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കുന്നുള്ളത്. പ്രായമാകും തോറും നമ്മുടെ ചിരിയുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ കുറഞ്ഞാൽ പോലും നമുക്ക് ചിരി ആവശ്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപൂർവം ചിരിക്കുന്ന ആ രീതി മാറ്റി നിത്യവും ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. അതിനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൂട്ടായ്മകളിലൊക്കെ തന്നെ ചിരി സാധാരണ കണ്ടുവരാറുള്ളത്. ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കൂട്ടായ അല്ലെങ്കിൽ 4-5 പേരൊക്കെ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിലാണ് നമുക്ക് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ചിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കൂട്ടായ്മയിൽ നിന്നും ചിരി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെറുതെ ചിരിച്ചാലും ചിരി അതിൻ്റെ ഗുണം ഉണ്ടാകുമെന്ന് പറയുന്നത്. വെറുതെ നമ്മൾ കാര്യങ്ങളൊക്കെ ഓർത്ത് ചിരിക്കുക എന്നുള്ളത്, വെറുതെ പൊട്ടിച്ചിരിക്കുക, റൂം അടച്ചിട്ട് ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൂടെയും നമുക്ക് ഈ ചിരിയുടെ ഗുണങ്ങളൊക്കെ തന്നെ ലഭിക്കും. അല്ലെങ്കിൽ പറ്റുമായിട്ടുള്ള കളികളൊക്കെ തന്നെ, പൂച്ച ചാടി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നതും, അല്ലെങ്കിൽ തത്തയ്ക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിനിട്ട് കളിപ്പിക്കുന്നതും, പിന്നെ നായക്കുട്ടിയെ കളിപ്പിക്കുന്നു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിൽ അങ്ങനെ പെറ്റിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ചിരി പൊട്ടി വിടരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോമിക്കായിട്ടുള്ള ചില ആർട്ടിക്കിൾസൊക്കെ വായിക്കുമ്പോൾ താനെ നമുക്ക് അതിലുണ്ടാകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ചിരി വരും. അതോടൊപ്പം തന്നെ ചിരി കളിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ചിരിക്കാൻ സാധിക്കുന്നില്ല. സാധ്യമാകുന്നവരൊക്കെ തന്നെ കളിയിൽ ഏർപ്പെടണം എന്ന് പറയാം. അത് പ്രായമൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ കോമഡി സീനുകളൊക്കെ തന്നെ കണ്ടു ചിരിക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എത്ര രീതികളിലൂടെ നമുക്ക് ചിരിയെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത്. നമ്മൾ ഒരുപക്ഷെ നിത്യജീവിതത്തിൽ അങ്ങനെ ചിരിയൊന്നും ഇല്ലെങ്കിൽ കൂടി, കുടുംബങ്ങളിൽ അങ്ങനെയൊന്നും ചിരിയില്ലെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെയും ചിരിയെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യമല്ലേ വർദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആരോഗ്യം വർദ്ധിക്കുന്നു, ആയുസ് വർദ്ധിക്കുന്നു. ചിരിക്ക് അത്രമാത്രം ഗുണങ്ങളുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.